നമ്മൾ സംസാര ഭാഷയിൽ പല രീതിയിൽ നമ്മുടെ മൈൻഡിലേക്ക് കയറുവാൻ പല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ഓപ്പോസിറ്റ് വേർഡ്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് വലത് ഇടത്, വലത് ഇടത് എങ്ങനെ പറയാം? ബൈ തറഫ് ദായ തറഫ്. ഓക്കെ, രണ്ടായി, വലതും ഇടതുമായി. അതുപോലെ തന്നെ മുകളിൽ താഴെ എങ്ങനെ പറയാം? ഇതൊന്നും പലവട്ടവും പല രീതിയിൽ പറഞ്ഞതാണ്. മുകളിൽ ഉൻചേ, ഉൻചേ, താഴെയോ നീച്ചേ. ये चीज़ नीचे रखो यार, नीचे रखो. ഉൻചേ, ഉൻചേ ഉപ്പർ എന്ന് പറയാം. ഉപ്പർ എന്ന് പറയാം, ഉൻചേ. ഉൻചേ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നാണ് അർത്ഥം. ഉൻചേ ഈ ജഗത്തോടെ ഉൻചേ ഹേ, ഈ സ്ഥലം ഒരു ഉയർന്ന സ്ഥലമാണ് എന്ന് പറയാം. ये गाड़ी हमारा गाड़ी नीचे रखा हुआ, नीचे. ഓക്കെ, അപ്പോൾ ഉൻചേ നീച്ചേ, നീച്ചേ എന്നുള്ളത് താഴെ എന്ന അർത്ഥത്തിനാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പിന്നെ മുന്നിൽ ബാക്കിൽ, ആകെ പീച്ചെ, ആകെ പീച്ചെ. ഓക്കെ, ആകെ എന്ന് പറഞ്ഞാൽ മുന്നിലാണ്, പീച്ചെ എന്ന് പറഞ്ഞാൽ ബാക്കിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര പഠിച്ചു ഇവിടെ? വലത് ഇടത്, മുകളിൽ താഴെ, മുന്നിൽ ബാക്കിൽ, ഇങ്ങനെ പഠിച്ചു. ഇനി ദൂരെ അടുത്ത്, ദൂർ, ദൂർ, ദൂരക്ക് ദൂർ എന്ന് പറഞ്ഞാൽ മതി. അടുത്ത് എന്ന് പറയും, നസ്ദീഖ് എന്നും പറയും, ഗരീബ് എന്നും പറയും. ഗരീബ് എന്ന് പറയും, നസ്ദീഖ് എന്ന് പറയും. അപ്പോൾ ദൂർ നസ്ദീഖ് അത് പറയാൻ പറ്റും, ദൂർ നസ്ദീഖ്. ഇനി ഒന്നുകൂടി, ചൂടുള്ളത് തണുത്തത്. ചൂടുള്ളതിന് എന്താ പറയുക? ഗറം, ഗറം. തണുത്തതിന് ठंडा, ये ठंडा है, ये गरम है, ये ठंडा है. ഇനി ഭയങ്കര തടിയുള്ളതും തടി കുറഞ്ഞതും. തടിയുള്ളത് സ്ഥൂലമാണ്. തടിയുള്ളതിന് പറയാം മോഠാ, ये मोटा आदमी है, ये मोटा वाला. മോഠാ മറ്റേ പത്തില എന്നാ പറയാം, പത്തില ചീസ്, പത്തില. അവസാനത്ത് ഒന്നുകൂടി പറയാം. അതുപോലെ ലംബ, ലംബ നീളമുള്ളത്, ലംബ നീളമുള്ളത്. ചോട്ടാ, ചോട്ടാ ചെറുത്. അപ്പോൾ ചോട്ടാ ചെറുത്, ലംബ അല്ലെങ്കിൽ ബഡാ, ബഡാ നീളമുള്ളത് അല്ലെങ്കിൽ വലുത്, വലുതും ചെറുതുമായി. അപ്പം ഇങ്ങനെ നമ്മൾ ഏതെല്ലാം രീതിയിൽ പിന്നെയും 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 കേട്ട് ഈ വാക്കുകൾ നമ്മുടെ നാവിൻ തുമ്പിൽ ലളിതമാക്കുക, മൈൻഡ് സെറ്റ് വളരെ ഭംഗിയാക്കുക. ഹിന്ദി ഭാഷ ലളിതമാണ്, ഈസിയാണെന്ന് നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഭാഷ പഠിക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ അറിയുന്നതിന് ഹിന്ദി യൂണിയൻ കോഴ്സ് തന്നെ നടത്തുന്നുണ്ട്, അതിലൊക്കെ ഒന്ന് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, ധന്യവാദ്, ബഹുത് ശുക്രിയ.